ഹോട്ടലിൽ തുടരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ചു തകർത്തു. കരുനാഗപ്പള്ളിയിലെ മന്തി മൻസിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ കഞ്ചാവ് ലഹരിയിലാണ് അതിക്രമം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, എന്താണ് ഈ പ്രകോപന കാരണം? യാതൊരു കാരണവുമില്ലാതെ ഈ അക്രമി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നോ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അത് വളരെ ഭീകരമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് ഇത്രത്തോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒരു കടയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ ഈ കാണുന്ന ഇതേ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്തി മൻസിൽ എന്നൊരു സ്ഥാപനത്തിലാണ് ഈ ഒരു അക്രമം നടത്തിയത്. അജ്മൽ എന്നാണ് ഈ അക്രമിയുടെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ യുവാവിനെ കീഴ്പ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതായത് ആ കടയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെല്ലാം ചേർന്ന് യുവാവുമായിട്ട് വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് ഈ യുവാവിനെ കീഴ്പ്പെടുത്തിയത്. യുവാവ് ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഈ യുവാവ് അജ്മൽ മന്തി കടയിൽ എത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അപ്പോ ഇതിൽ നൽകിയ മന്തിയുടെ അളവ് കുറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ഇയാൾ ആ ജീവനക്കാരുമായിട്ട് ചില തർക്കത്തിൽ അന്ന് ഏർപ്പെട്ടിരുന്നു. തുടർന്ന് ഇതിന്റെ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്താനുണ്ടായ ഒരു കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുക, അതുപോലെ ഈ സ്ഥാപനത്തിലെത്തി ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ഒരു ബിയർ കുപ്പിയുമായിട്ട് കടയിലേക്ക് കയറി വരുന്ന ദൃശ്യവും, അതുപോലെ തന്നെ അവിടെ വന്നുടൻ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അവിടെ ഈ ഗ്ലാസ് ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി. അപ്പോൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത പോലീസിന് വന്നത്. അപ്പോൾ എന്തായാലും ഈ ലഹരിക്ക് ഇയാൾ അടിമയാണെന്ന് തന്നെയാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. വിശദമായുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിനീഷിലേക്ക് എത്താം. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാൻ. വിനീഷ് സൂചിപ്പിച്ചതുപോലെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഹോട്ടലിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നീട് ഇയാളെ ഹോട്ടൽ ജീവനക്കാരെന്ന് തോന്നുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് വീണ്ടും അവർക്ക് നേരെ ഹെൽമെറ്റ് എടുത്ത് ആക്രമണം നടത്തുന്നു. വലിയ ഭീകര അന്തരീക്ഷമായിരുന്നു ഹോട്ടലിനുള്ളിലും പുറത്തും ലഹരിക്കടിമയായ യുവാവ് സൃഷ്ടിച്ചത്. വിനീഷിലേക്ക് വീണ്ടും. വിനീഷ്, ഇത് ഭീകരമായിട്ടുള്ള കാഴ്ചകളാണല്ലോ. ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ലേ ഈ ആക്രമണത്തിന് പിന്നിൽ? നമുക്ക് കാണാൻ കഴിയും ഇയാൾ ആ ഗ്ലാസ് അടിച്ച് തകർക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ വലിയ ഭീതിയോടെയാണ് ഈ സംഭവം നോക്കിക്കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി എന്തൊക്കെയാണ്? ടോം,
ഈ സംഭവം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭീകരമായ ദൃശ്യമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം ഇപ്പോൾ മലയാളികൾക്കൊക്കെ ഒരു ഇഷ്ടവിഭവമായി തന്നെ മാറുന്നു ഈ മന്തി എന്ന ആഹാരം. ഇത് ഫാമിലി ആയിട്ട് തന്നെ നിരവധി ആൾക്കാരാണ് അത് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ എത്തുന്നത്. അപ്പൊ നിലവിൽ ഈ മന്തി മനസ്സിൽ എന്ന ഈ സ്ഥാപനത്തിൽ വലിയ തിരക്കായിരുന്നു. കൊച്ചുകുട്ടികളടക്കം ഭക്ഷണം കഴിക്കാനായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മുന്നിലാണ് ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കയ്യിലിരിക്കുന്ന കുപ്പി വെച്ചാണ് ആദ്യം ഇയാൾ അക്രമം നടത്തുന്നത്. അതായത് അവിടെ ചില്ലി അടിച്ച് തകർക്കുന്നത്. തുടർന്ന് ഇയാൾ കാല് വെച്ച് ചവിട്ടി ആ ഗ്ലാസ് തകർക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. തുടർന്നാണ് ഇയാൾ ആ സ്ഥാപനത്തിന് വെളിയിലിറങ്ങിയിട്ട് വീണ്ടും ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അങ്ങനെ എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പോലീസ് എത്താനും പെട്ടെന്ന് തന്നെ അതിൽ തന്നെ പല ആൾക്കാർ പറയുന്നുണ്ട് ഉടൻ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തായാലും കടയുടമ പോലീസിനെ വിളിച്ചതിനെ തുടർന്നാണ് കരുനാഗപ്പള്ളി പോലീസ് സംഭവ സ്ഥലത്തുന്നതും നാട്ടുകാരുടെ നേതൃത്വം തന്നെ ഇയാളെ കീഴ്പ്പെടുത്തുന്നതും. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇയാൾ ആ സമയം ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് സമയോചിതമായി ഇടപെട്ട് ഇയാളെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരം ആൾക്കാരെ പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. പോലീസിനെ കുറച്ച് കഴിഞ്ഞ് ഇവരുടെ മനോനില കുറച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുള്ളൂ. അതാണ് ഇതിൽ കൂടുതൽ വ്യക്തതകൾ, അതായത് കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകാനുണ്ട് ടോം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ മുൻപ് ഇവിടെ ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് ഇത്തരം അക്രമത്തിന് കാരണമായത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ രാത്രി വന്ന് ഈ സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് പോലും. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഇയാൾ അവിടെ എത്തിയതാണോ? കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഒരു പേടി തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ ലഹരി മൂത്ത് കഴിഞ്ഞാൽ ഇത്രയധികം മനോനില തെറ്റുന്ന രീതിയിൽ ചെറുപ്പക്കാർ മാറുന്നു, അവർ വയലന്റ് ആകുന്നു, അക്രമകാരികളാകുന്നു എന്നത് ഈ ദൃശ്യം അതിൽ നിന്നും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും ടോം, അത് മനോനില തെറ്റിയ ഒരാളെ പോലെ തന്നെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് പോലും. കാരണം ആ സമയം എന്തും സംഭവിക്കാന്നുള്ള രീതിയാണ്. ആരുടെയും ജീവൻ ഇയാൾക്ക് എടുക്കാം, ആ രീതിയിലാണ്. തന്നെ കൂടെ നിൽക്കുന്നവർ തന്നെ ഇയാളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിനിടയിൽ കുറെ ജീവനക്കാർക്ക് പരിക്കേറ്റതായിട്ടും പുറത്ത് വിവരങ്ങൾ വരുന്നുണ്ട്. കൈ എല്ലാം മുറിഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം ഇയാൾ ഒരു ബിയർ കുപ്പിയുമായിട്ട് ആണ് ആദ്യം സ്ഥാപനത്തിലേക്ക് വരുന്നതും ബിയർ കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടാണ് മറ്റ് ആക്രമണത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുള്ളതാണ്. നമുക്കറിയാം സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരി പിടിച്ചു കെട്ടാനായിട്ടുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇത്തരം അക്രമ സംഭവങ്ങൾ കൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ ഈ ഒരു സംഭവത്തിൽ കുറെ കൂടി ബോധവാന്മാരായി ഇത്തരം ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത ശരിക്കും നമുക്കെല്ലാവർക്കും, അതായത് പൊതുസമൂഹത്തിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ടോം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ടോം, യെസ്, കൊല്ലത്താണ് ഈ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായത്. ലഹരിക്കടിമയായ യുവാവ് ഹോട്ടൽ അടിച്ച് തകർക്കുകയായിരുന്നു. സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.